ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്, അതായത് സ്ട്രാഡിൽ. അപ്പോൾ നിങ്ങൾ നേക്കഡ് ഓപ്ഷൻ ബൈങ്ങിങ് സെല്ലിംഗ് ഒക്കെ ചെയ്ത് ഒരുപാട് പൈസയൊക്കെ കളഞ്ഞിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ട്രാറ്റജിയോട്ട് കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് സ്ട്രാഡിൽ. അപ്പോൾ കൂടുതൽ വർണ്ണിച്ച സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്ട്രാഡിൽ ഇപ്പോൾ ഇത് രണ്ട് തരം സ്ട്രാഡിലുണ്ട്, അതായത് ലോങ് സ്ട്രാഡിലുണ്ട്, ഷോർട്ട് സ്ട്രാഡിലുണ്ട്. ഇത് രണ്ടും എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ മെയിനായിട്ട് കൺസേൺ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ്, അതായത് വൈ, വെൻ, ഹൗ. ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത്. വൈ, എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ട്രാഡിൽ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലോങ് സ്ട്രാഡിനെ പറ്റി തന്നെ ആദ്യമേ പറയാം. അതായത് നിങ്ങളുടെ നേക്കഡ് ഓപ്ഷൻസ് ബൈ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കുന്നത് പറയുമ്പോൾ ഈ സ്റ്റോപ്പ് ലോസുകളാണ്. നിങ്ങൾ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കും അവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. പക്ഷേ സ്റ്റാർഡിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ല, ഓൾറെഡി അത് ഹെഡ്ജ് ചെയ്തുകൊണ്ടാണ് സ്ട്രാറ്റജി വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ ഇതൊരു മൊമെൻറ്റം പ്ലസ് ഡി കെ കാച്ചിങ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അതായത് ഒരു സൈഡിലെ ഡി കെ വരുമ്പോഴത്തേക്കും മറ്റേ സൈഡിൽ മൊമെൻറ്റം വരും. അപ്പോൾ നിങ്ങൾ ആ മൊമെൻറ്റമാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ വെൻ, എപ്പോഴാണ് നിങ്ങൾ ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യേണ്ടത്, അതാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. അതായത് മാർക്കറ്റ് രണ്ട് ഒപ്പീനിയൻ എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾ ഓർത്തോ അത് സ്ട്രാഡിൻ്റെ ടൈമാണ്. അപ്പോൾ അത് വരാൻ കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത് മേജർ ന്യൂസ്, അല്ലെന്നുണ്ടെങ്കിൽ മേജർ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. ഇപ്പോൾ മേജർ ന്യൂസുകൾ വരുമ്പോഴത്തേക്കും മാർക്കറ്റ് ഡ്രാസ്റ്റിക്കായിട്ട് എങ്ങോട്ടേലും മൂവ് ചെയ്യാനുള്ള സാധ്യത. ഇപ്പോൾ നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ താഴോട്ട് പോകും, പോസിറ്റീവ് ന്യൂസ് ആണെങ്കിൽ മേലോട്ട് പോകും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റോപ്പ് ലോസ് ഒക്കെ അടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്ട്രാഡിൽ ഡിപ്ലോയ് ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞ മാസത്തെ നിഫ്റ്റിയുടെ ചാർട്ടാണ്, ഡെയിലി ടൈം ഫ്രെയിമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നവംബർ 24-ാം തീയതി മാർക്കറ്റ് ഒരു മേജർ സപ്പോർട്ടോട്ട് കൊണ്ടുണ്ട്. അതായത് ഡെയിലി ടൈം ഫ്രെയിമിൽ 200 EMA ഒരു നല്ല സപ്പോർട്ടാണ്. അതായത് ഡെയിലി ടൈം ഫ്രെയിമിൽ 200 EMA ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രാസ്റ്റിക്കലി താഴോട്ട് നല്ല മൂവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സപ്പോർട്ടും ചിലപ്പോൾ റെസിസ്റ്റൻസും ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡെയിലി ടൈം ഫ്രെയിമിൽ 200 EMA മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവിടെ നല്ല റിവേഴ്സൽ ഉണ്ടാകും, അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോൾ ഉണ്ടാകും. അപ്പോൾ ഇത് രണ്ട് കയ്യിൽ ഓർമ്മ നടക്കും. ഈ ഒരു കേസ് നിങ്ങളെടുത്ത് നോക്കുക. ഇവിടെ എന്ന് പറയുമ്പോഴേക്കും മാർക്കറ്റ് അവിടെ കുറച്ച് നേരം നിന്നു. അതായത് നിങ്ങൾ അവിടെ നേക്കഡ് ബൈങ്ങോ സെല്ലിങ്ങോ നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ട കാര്യം വെച്ചാൽ അവിടുന്ന് മാർക്കറ്റ് എന്നാണ് ഒരു നല്ല മൂവ് ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു നല്ല മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അവിടെ ഒരു സ്ട്രാഡിൽ ഡിപ്ലോയ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് സംഭവമാണ് ചിലപ്പോൾ ഉണ്ടാകും. ഒന്നെങ്കിൽ മാർക്കറ്റ് 200 EMA ബ്രേക്ക് ചെയ്യുന്ന നല്ലപോലെ താഴോട്ട് പോകും, അപ്പോൾ നിങ്ങൾക്ക് പുട്ട് സൈഡ് നല്ല ലാഭം ഉണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതുപോലെ റിവേഴ്സ് ചെയ്ത് നല്ല രീതിയിൽ മേലോട്ട് പോകും, അപ്പോൾ നിങ്ങൾക്ക് കോൾ സൈഡ് ലാഭം ഉണ്ടാകും. അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളിലാണ് നിങ്ങൾക്ക് സ്ട്രാഡിൽ നല്ലപോലെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടുത്തെ സിനാരി നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ആദ്യമേ വന്ന് 200 EMA ബ്രേക്ക് ചെയ്തു. 200 EMA ബ്രേക്ക് ചെയ്യാൻ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ദിവസത്തെ ക്യാൻഡിൽ നിങ്ങളുണ്ടോ, ഒരു നല്ലൊരു ടൈലി മേലോട്ടുള്ളൊരു ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് 200 EMA ബ്രേക്ക് ചെയ്ത് പുട്ട് സൈഡ് പോയ ആൾക്കാരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടിയാണ് ആ ഒരു ക്യാൻഡിൽ അവിടെ ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും സ്റ്റോപ്പ് ലോസ് എടുക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റാർഡിൽ ഡിപ്ലോയ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് കണ്ടിങ് എന്നുള്ള സംഭവം നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. അവിടെ നിങ്ങൾ സ്റ്റാർഡിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ഇവിടെ നടന്ന സംഭവം മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് താഴോട്ട് പോയിട്ട് അപ്പോൾ തന്നെ മാർക്കറ്റ് തിരിഞ്ഞ് മേലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നല്ല മൊമെൻറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ മൊമെൻറ്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് അവിടെ വരും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹൗ ആണ്. എങ്ങനെയാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, എന്നാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. മാർക്കറ്റ് എപ്പോഴും നിങ്ങൾ ലാർജർ ടൈം ഫ്രെയിമിൽ കൂടെ വാച്ച് ചെയ്യുക. ലാർജർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സിനാരിയിൽ ഇവിടെ മെയിനായിട്ട് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തത് 200 EMA ആണ്. ഇപ്പോൾ വേറെ കേസിലാണെന്നുണ്ടെങ്കിൽ അതൊരു സപ്പോർട്ട് സോൺ ആകാം, ഒരു റെസിസ്റ്റൻസ് സോൺ ആകാം, എന്തും ആകാം. അപ്പോൾ നിങ്ങളത് ലാർജർ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ റിവേഴ്സൽ ഉണ്ടാവുകയാണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട് നടക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസുകളെ പേടിക്കാതെ നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് സ്ട്രാഡിൽ. അപ്പോൾ ഇത് ഞാൻ എക്സാമ്പിൾ തന്നതാണ്. അതായത് 200 EMA ഇവിടെ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്റ്റാർട്ടിൽ എടുത്തുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ലാഭം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഷോർട്ട് സ്റ്റാർട്ടിൽ എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് ചോപ്പിയായിട്ട് കിടക്കും അല്ലെങ്കിൽ ഡെഡ് ആയിട്ട് കിടക്കുന്ന സമയത്ത് ഇതുപോലത്തെ മാർക്കറ്റ്, ചോപ്പി മാർക്കറ്റ് എന്ന് പറയാം, ഇതുപോലത്തെ മാർക്കറ്റ് നിങ്ങൾക്ക് റേഞ്ച് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഇത്ര റേഞ്ചിനുള്ളിൽ തന്നെ മാർക്കറ്റ് നിൽക്കും അല്ലെങ്കിൽ ഇതിനപ്പുറം മാർക്കറ്റ് പോകത്തില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റേഞ്ചിൻ്റെ ഔട്ട് ഓഫ് മണി ആയിട്ടുള്ള രണ്ട് സ്ട്രൈക്ക് നിങ്ങൾക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഷോർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ട് തന്നെ നിങ്ങൾക്ക് ചോപ്പി മാർക്കറ്റിൽ ഉപയോഗിക്കാൻ പറ്റും, നല്ല മൊമെൻറ്റുള്ള മാർക്കറ്റിൽ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ സ്റ്റാർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് വളരെ സിമ്പിളായിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. പക്ഷേ ഏത് മാർക്കറ്റ് കണ്ടീഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്ട്രാറ്റജിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ മാക്സിമം ലോസ് നിങ്ങൾ ഓൾറെഡി കാൽക്കുലേറ്റ് ആയി. രണ്ട് സ്ട്രൈക്കിനും 0 പോകുമ്പോഴാണ് നിങ്ങളുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓൾറെഡി കാൽക്കുലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ടെൻഷനിലായിരിക്കാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് അത് തന്നെയാണ്. അത് രണ്ട് സ്ട്രൈക്കും 0 പോയി നിങ്ങൾക്ക് കംപ്ലീറ്റ് ലോസ് ഉണ്ടാകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനത്തെ എപ്പോഴും ലാർജർ ടൈം ഫ്രെയിം ഇട്ട് അനലൈസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ട്രൈക്ക് പ്രൈസ് ഒക്കെ സെലക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻസിബിളിൻ്റെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നതാണ്. സെൻസിബിളിൻ്റെ പ്ലാറ്റ്ഫോം മാത്രമല്ല, അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിനകത്തും അവരിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്ട്രാറ്റജിക്കലായിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാന്നുള്ളത് അവരതിനകത്ത് വിത്ത് സ്ട്രൈക്ക് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രോബബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്ട്രാറ്റജിയൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കാർക്ക് അതൊരു നല്ല ടൂളാണ്. അതായത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്താൽ കുറച്ചുകൂടെ കൺഫേം ചെയ്യാൻ പറ്റും. ഓരോ സ്ട്രാറ്റജിയുടെ വിന്നിംഗ് പ്രോബബിലിറ്റി ഒക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സെൻസിബിൾ ഒരു നല്ല ടൂളാണ്. അപ്പോൾ സെൻസിബിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജിയുടെ പ്രോബബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ സ്ട്രാറ്റജികളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നേക്കഡ് ഓപ്ഷൻ ബൈങ്ങോ അല്ലെങ്കിൽ സെല്ലിങ്ങോ ചെയ്ത് വന്ന ആളാണെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിയിലോട്ട് മാറുമ്പോഴത്തേക്കും നിങ്ങൾ ഉറപ്പായിട്ടും വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമായിട്ട് ട്രേഡ് ചെയ്ത് ശീലിക്കുക.
അതായത് കുറച്ച് നാളെടുക്കും നിങ്ങൾ ഇതുമായിട്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടി. അതുകൊണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഇട്ട് ട്രേഡ് ചെയ്ത് ശീലിക്കുക. പിന്നെ പറയുമ്പോഴത്തേക്കും ഡെമോ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതായത് നയോട്ട എന്ന് പറഞ്ഞ ചെറിയ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. അതുപോലത്തെ ചെറിയ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ഡെമോ ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റും. അതായത് ഈ സ്റ്റാർട്ടിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രീമിയം എങ്ങനെയാണ് DK വരുന്നത്, എങ്ങനെയാണ് മൊമെൻ്റ് ഉണ്ടാകുന്നതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നേക്കഡ് ഓപ്ഷൻ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്തു വന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡെമോ അക്കൗണ്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം നിങ്ങൾ ചെയ്ത് ശീലിക്കുക. 2-3 മാസം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അതിൻ്റെ ഒരു മൂവ്മെൻ്റ് ആയിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ല മാർക്കറ്റ് ഡിപ്ലോയ് ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നേക്കഡ് ഓപ്ഷൻ ബൈയിങ് സെല്ലിംഗ് ഒക്കെ മാത്രം ചെയ്ത ആൾക്കാർ സ്ട്രാറ്റജിയിലോട്ട് കടക്കാൻ പറ്റുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ആദ്യമേ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നല്ല സ്ട്രാറ്റജിയാണ് സ്ട്രാഡിൽ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒന്നിലധികം സ്ട്രൈക്ക് പ്രൈസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് ഇത്. ഇതിന് ശേഷം നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല സ്ട്രാറ്റജിയിലോട്ട് നിങ്ങൾക്ക് നീങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്ട്രാറ്റജിയിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തുടക്കത്തിലെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് സ്ട്രാഡിൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് നോക്കുക, എന്നിട്ട് ഇടയ്ക്കൊന്ന് മാർക്കറ്റ് ഡിപ്ലോയ് ചെയ്ത് നോക്കുക. അതായത് ഉറപ്പായിട്ട് മാർക്കറ്റ് വർക്കിംഗ് ആകുന്നൊരു സംഭവമാണ് സ്ട്രാഡിൽ. അപ്പോൾ ഉറപ്പായിട്ട് അത് പ്രാക്ടീസ് നോക്കുക. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.